ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോധയജ്ഞത്തിന്റെ 213 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാമുവൽ മാഷാണ് ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഇന്ന് വെളുപ്പിന് വിളിച്ചപ്പോഴാണ് പറയുന്നത് അദ്ദേഹം രാമകൃഷ്ണാശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചു ഞാൻ തന്നെ പറയാം എന്ന്. അതാണ് ഇന്ന് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ഗീതാ പത്മനാഭൻ ആണ് ബാംഗ്ലൂരിൽ നിന്ന്. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് പ്രേമസായി കാസർഗോഡാണ്. ഞാൻ തന്നെയാണ് വായിക്കാനൊക്കെ പോകുന്നത്. സൈറാം, ഞാൻ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് വായിക്കാൻ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ. സൈറാം തുടങ്ങിക്കോട്ടെ. സായിരാം. ഗീത പറയൂ, ഓങ്കാരമൊക്കെ പറഞ്ഞോളൂ. ശരി. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം. ഞാനിന്ന് വായിക്കാൻ പോകുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സത്യസായി വാണി ഭാഗം 21 ദിവ്യമാതാവ് എന്ന ചാപ്റ്ററാണ്. കാരണം ഇതിപ്പോ നമ്മുടെ ഈശ്വരാംബ വാരമാണല്ലോ, അതുകൊണ്ട് ഭഗവാൻ മാതാവിനെ പറ്റി പറയുന്നത് വായിക്കാമെന്ന് വിചാരിച്ചു. രാജ്യമേതെന്നോ പരിസ്ഥിതി ഏതെന്നോ കണക്കിലെടുക്കാതെ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട പ്രധാന കർത്തവ്യം മാതാവിനെ ഈശ്വരനായി കണ്ട് സേവനം അർപ്പിക്കുക എന്നതാണ്. തന്നെ 9 മാസം ചുമന്ന് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കഴിഞ്ഞ കാലമെല്ലാം വളർത്തി വലുതാക്കിയ തൻ്റെ മാതാവിനെ ആദരിക്കുകയും അവർക്ക് സേവനം നൽകുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഒരു മനുഷ്യൻ ആദരിക്കുക? ഈ അനന്തമായ പ്രപഞ്ചത്തെ എണ്ണമറ്റ രീതിയിൽ പ്രകടമാക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവിന്റെ പ്രേമത്തിന്റെ സമമാണ് മാതൃസ്നേഹം. ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടദേവതയുടെ രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നതായിരിക്കും ഇഷ്ടം. മറ്റൊരു വ്യക്തി ഈശ്വരനെ മറ്റൊരു രൂപത്തിൽ ആരാധിക്കുകയും അതിൽ നിന്നും ആനന്ദം ആർജിക്കുകയും ചെയ്തേക്കാം. ഓരോരുത്തരും തൻ്റെ ഇഷ്ടദേവത തനിക്ക് എപ്രകാരം പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് മറ്റൊരാൾക്ക് അയാളുടെ ഇഷ്ടദേവതയെന്ന് മനസ്സിലാക്കണം. അതിന് പകരം ഒരാൾ മറ്റുള്ളവരുടെ ആരാധനാപാത്രങ്ങളെ ദേവതകളെ വിമർശിക്കുകയോ അവമാനിക്കുകയോ ചെയ്താൽ അയാൾ എത്ര നന്നായി പൂജകൾ അനുഷ്ഠിക്കുന്നവനായാലും ശരി, ഒരു വലിയ പാപമാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ളവരുടെ അമ്മമാരോട് തൻ്റെ സ്വന്തം അമ്മയോട് കാണിക്കുന്ന അതേ ആദരവും സ്നേഹവും കാണിക്കണം. ദൈനംദിന ജീവിതത്തിൽ തന്നെ മാതൃത്വം പ്രതിനിധീകരിക്കുന്ന ധാരാളം ദൈവിക സ്വഭാവങ്ങൾക്ക് മാതൃകകൾ ലഭിക്കും. ഒരു പശു തൻ്റെ ജീവരക്തത്തെയാണ് മനുഷ്യന് അവന്റെ ശരീര പോഷണത്തിനായിട്ട് പാലായി നൽകുന്നത്.
ഒരു പശുവാണ് ഈശ്വരന്റെ മാതൃഭാവത്തിന്റെ ആദ്യത്തെ ഉദാഹരണം. അടുത്തത് ഭൂമിയാണ്. ഈശ്വരനെ പോലെ ഭൂമിയും മനുഷ്യനെ തന്റെ മാറിൽ ചുമക്കുന്നു. അതുപോലെ ഭൂമിയും മാതാവിന്റെ സ്വരൂപമാണ്. മാതൃഭാവത്തെ രൂപവൽക്കരിക്കുന്ന തത്വങ്ങൾ. മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലൂടെയും ഈശ്വരൻ ദിവ്യരസമായി പ്രവഹിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യത്വത്തെ രസരൂപിണി എന്ന് വിളിക്കുന്നു. ഇതിന്റെ തന്നെ മറ്റൊരു പേരാണ് അങ്കിരസം. ഭൗതിക ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ദിവ്യ തത്വങ്ങളെ മാതൃദേവീ രൂപത്തിൽ ആരാധിക്കേണ്ടതാണ്. അടുത്തത് മഹർഷിമാരാണ്. നന്മയും തിന്മയും തെറ്റും ശരിയുമായ വസ്തുതകളെ കുറിച്ച് അന്വേഷിച്ച് മനുഷ്യനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എന്താണെന്ന് അന്വേഷിച്ച് അവരുടെ മനസ്സിന്റെയും തപസ്സിന്റെയും ശ്രമങ്ങളുടെയും ഫലമായി അവർ മാനവരാശിക്ക് സമ്മാനിച്ചതാണ് മഹത്തായ വേദപുസ്തകങ്ങൾ. അവയിൽ ആത്മീയവും ഭൗതികവുമായ പാതകൾ ഏതെന്നും മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ എങ്ങനെ ഉയർത്താമെന്നും സൂചിപ്പിച്ചിരിക്കുന്നു. ഈ മഹത് ഋഷിമാരെയും ദിവ്യമാതാക്കളായി ആരാധിക്കേണ്ടതാണ്. പശു, ഭൂമി, ശരീരത്തിന്റെ അധിദേവതകൾ, മഹർഷിമാർ, ഗുരു തുടങ്ങിയവരെല്ലാം ദിവ്യ മാതൃത്വത്തിന്റെ സ്വരൂപങ്ങളെന്ന നിലയിൽ ആരാധനായോഗ്യരാണ്. ഇവ അഞ്ചും വിഭിന്ന രൂപങ്ങളും നാമങ്ങളുമായി കാണപ്പെടുന്നുണ്ട് എങ്കിലും ഒരു കാര്യത്തിൽ അവയെല്ലാം മാതാവുമായി സാദൃശ്യപ്പെടുന്നുണ്ട്. അവയെല്ലാം മാനവരാശിക്ക് വേണ്ടി സുരക്ഷിതത്വത്തിന്റെയും സംരക്ഷണയുടെയും നാദനിർവിശേഷമായ ഭാഗം ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവയെ ദിവ്യ മാതാക്കളെ പോലെ ആരാധിക്കുകയും ആദരിക്കുകയും വേണം. ഇതിന് വിപരീതമായി ഓരോ കുഞ്ഞിന്റെയും അമ്മ കുഞ്ഞുമായുള്ള ബന്ധത്തിൽ ഈ 5 അസ്തിത്വങ്ങളെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അമ്മ കുഞ്ഞിനെ പോഷിപ്പിക്കുകയും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതൊക്കെ നൽകുകയും അത് അറിയേണ്ടതെല്ലാം അതിനെ അറിയിച്ചു കൊടുക്കുകയും വർജിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിനെ പഠിപ്പിക്കുകയും ധാർമ്മിക പാതയിലൂടെ അതിനെ നയിക്കുകയും ചെയ്യുന്നു. ദുർഗാ, ലക്ഷ്മി, സരസ്വതി എന്നീ ശക്തികൾ. ഈ വിധത്തിൽ സമാരാധ്യരായ മാതാവിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. എല്ലാ വ്യക്തികളുടെയും സ്വരൂപമാണ് തൻ്റെ അമ്മയെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് ആദരവ് കാണിക്കുകയും അവരെ സ്നേഹിക്കുകയും വേണം. ഇതാണ് നവരാത്രി ഉത്സവം നമുക്ക് നൽകുന്ന സന്ദേശം. പരമമായ ശക്തി ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ദുർഗ നമുക്ക് ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ ശക്തി നൽകുന്നു. ലക്ഷ്മി ദേവി നമ്മിൽ വിവിധ തരം സമ്പത്തുകൾ വർഷിക്കുന്നു. ധനത്തിന്റെയും ബുദ്ധിയുടെയും സമ്പത്ത് മാത്രമല്ല, സ്വഭാവത്തിന്റെയും മറ്റുള്ളവരുടെയും സമ്പത്തും നൽകുന്നു. ആരോഗ്യം പോലും ഒരു തരത്തിലുള്ള സമ്പത്താണ്. അവർ നമുക്ക് അറിയിക്കാൻ സാധിക്കാത്ത സമ്പത്തും നൽകുന്നു. സരസ്വതി ദേവി നമ്മിൽ വിവേകവും ബുദ്ധിശക്തിക്കുതകുന്ന അന്വേഷണ ശക്തിയും വിവേചന ശക്തിയും നിറയ്ക്കുന്നു. ദേവതമാരുടെ ശക്തിയെക്കുറിച്ച് ലോകത്തോട് പ്രഖ്യാപിക്കുവാനാണ് നവരാത്രി ഉത്സവം ആഘോഷിക്കുന്നത്. ഒരുവൻ സ്വന്തം മാതാവ് ഒരു ദിവ്യശക്തികളുടെ എല്ലാം സങ്കലനമാണ് എന്ന് മനസ്സിലാക്കണം. അവർ നമുക്ക് ശക്തിയും സമ്പത്തും വിവേകവും നൽകുന്നു. ജീവിതത്തിൽ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി അവർ നിരന്തരം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം നവരാത്രി ഉത്സവത്തിൽ ആരാധിക്കുന്ന 3 ദേവതമാരെയും സ്വന്തം മാതാവ് പ്രതിനിധീകരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. പാണ്ഡവന്മാർ ശ്രീകൃഷ്ണൻ എത്രയും പ്രിയപ്പെട്ടവരായതും അദ്ദേഹത്തിന് സേവനം നൽകിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ യോഗ്യതയുള്ളതാക്കിയതും അവരുടെ മാത്രം സാമർഥ്യമോ തപസ്സുകളോ കൊണ്ടല്ല. അവരുടെ മാതാവായ കുന്തി ദേവിയുടെ പ്രേമമാണ് അവർക്ക് ഇത്രയും മഹത്തായ ഭാഗ്യം നേടിക്കൊടുത്തത്. അവർക്ക് വനത്തിൽ താമസിക്കേണ്ടി വന്നപ്പോഴും മെഴുകു ഭവനത്തിൽ താമസിക്കേണ്ടി വന്നപ്പോഴും അവർ അവരുടെ കൂടെ തന്നെ താമസിക്കുകയും എല്ലായ്പ്പോഴും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പാണ്ഡവന്മാർ അമ്മയുടെ പ്രേമം തിരിച്ചു നൽകിയെന്നാണ് അവരുടെ
അന്തിമ വിജയത്തിന് കാരണമായത്. ഒരുവന്റെ മാതാവ് സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമാണ്. ഒരുവന്റെ മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് ശ്രീരാമൻ തന്നെ പ്രഖ്യാപിച്ചത്. ഈ പരമമായ സത്യമാണ് നവരാത്രി ഉത്സവം പഠിപ്പിക്കുന്നത്. തന്റെ സ്വന്തം മാതാവിനെ ആദരിക്കുന്നതാണ് തന്റെ പരമപ്രധാനമായ കർത്തവ്യമെന്ന് ഒരു വ്യക്തി അനുസ്മരിക്കേണ്ടതാണ്. ഒരുവന്റെ മാതാവ് ദുഃഖിതയാണെങ്കിൽ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ നാമങ്ങളിൽ നവരാത്രി ഈ സമയത്ത് ഒരുവൻ നടത്തുന്ന എല്ലാവിധ ആരാധനകളും വ്യർത്ഥമായി തീരുന്നു. അതുകൊണ്ട് ഓരോരുത്തരും അമ്മയാണ് തൻ്റെ ഒരു കുഞ്ഞിനെ കൈപിടിച്ച് നടക്കുവാൻ പഠിപ്പിക്കുന്നത്, അമ്മയാണ് ആഹാരം നൽകുന്നത്, അമ്മയാണ് അത് എല്ലാ ശബ്ദങ്ങളും പുറപ്പെടുവിക്കുവാനും സംസാരിക്കുവാനും പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അമ്മയെ സദാ സർവസമയവും ആദരിക്കുക എന്നതാണ് ഈ ഈശ്വരാംബ വാരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നെ നൽകുന്ന സന്ദേശം. ജയ് സായിരാം. സായിരാം. ഇന്ന് അനുഭവം എന്ന് പറഞ്ഞ പറയാൻ പോണത്, ഞാൻ ബാലവികാസിന്റെ ബാലവികാസ് വാരമായതുകൊണ്ട് ബാലവികാസിനെ പറ്റി കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. 1968 ഭഗവാൻ ആദ്യമായിട്ട് കുറെ മഹിളകൾ ഉണ്ടായിരുന്നു. മഹിളാ സംഘം എന്നൊന്നും പറയാൻ പറ്റില്ല, സ്വാമിയുടെ കുറെ മഹിളാ ഭക്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് സ്വാമി ഒരു ദിവസം പറഞ്ഞു, സ്വാമി വളരെ ചെറുപ്പമല്ലേ, 1968 അപ്പൊ 40-42 വയസ്സ് സ്വാമിക്കുള്ളൂ. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെയും അടുത്തുള്ള കുട്ടികളെയും വിളിച്ചിരുത്തി നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കൂ. അവർക്ക് പിന്നെ പുരാണ കഥാപാത്രങ്ങളുടെയും നമ്മളുടെ സംസ്കാരത്തിലുള്ള നല്ല പ്രസിദ്ധരായ വ്യക്തികളുടെയും അവരുടെയൊക്കെ നല്ല സൽസ്വഭാവത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കൂ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൂടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ബാലവികാസിന്റെ ആരംഭം. അങ്ങനെ ആ മഹിളകളെല്ലാവരും ഭഗവാൻ പറഞ്ഞതനുസരിച്ച് കുട്ടികളെ വിളിച്ചിരുത്തി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പിന്നെയാണ് ഭഗവാൻ അതിന് ബാലവിഹാർ എന്നൊരു പേരിട്ടു. ബാലവിഹാർ എന്നൊരു പേരിട്ട് കഴിഞ്ഞപ്പോ സ്വാമി പിന്നെ വിചാരിച്ചു, 1969 സ്വാമി വിചാരിച്ചു, വിഹാരം എന്ന് പറയുമ്പോ കളിയല്ലല്ലോ ആവശ്യം, കുട്ടികൾ വികസിക്കണം. കുട്ടികളുടെ ബഹുമുഖ പ്രതിമ. നമുക്ക് ഓരോരുത്തർക്കും 5 കാര്യങ്ങളാണുള്ളത്: ശാരീരികം, മാനസികം, ബൗദ്ധികം, വൈകാരികം, ആത്മീയം. ഈ 5 തലങ്ങളാണ് ഓരോ വ്യക്തിക്കുമുള്ളത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ 5 തലങ്ങളിലും ചെറുപ്പകാലം തൊട്ട് തന്നെ കുട്ടികളെ വികസിക്കുകയാണെങ്കിൽ അവർ വളരെ ഉന്നതരായ നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ 5 തലങ്ങൾ നമ്മുടെ നാട്ടില് സ്കൂളിലൊക്കെ ആദ്യത്തെ 3 തലങ്ങൾ മാത്രമേ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നോക്കുന്നുള്ളൂ. ശാരീരികം, ഭക്ഷണമൊക്കെ കൊടുത്ത് ശരീരമൊക്കെ നല്ലപോലെ രക്ഷിക്കും. ബൗദ്ധികം, ബുദ്ധി, നല്ല ധാരാളം പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തും കുട്ടികളുടെ ബുദ്ധി നല്ലപോലെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ബാക്കി 3 തലങ്ങള് വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമില്ല. പണ്ടത്തെ കാലത്ത് കുറച്ച് വൈകാരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അച്ഛനമ്മമാർ ശ്രദ്ധിച്ചിരുന്നു, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ, ബന്ധുക്കളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ അതില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഒരുപാട് ആത്മഹത്യയൊക്കെ വർദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ഇതൊന്നും താങ്ങാനുള്ള മാനസികമായ ശക്തിയില്ല, വൈകാരികമായ ശക്തിയില്ല. അപ്പൊ നമ്മള് വൈകാരികവും മാനസികവും ആയ തലങ്ങൾ, ആത്മീയമായ തലങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വെറുതെ ബുദ്ധിയും ശരീരവും മാത്രം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പൂർണ്ണ മനുഷ്യരായിട്ട് വളരാൻ സാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ബാലവിഹാർ അല്ല, ബാലവികാസ് ആണ്. അപ്പൊ ഈ ബാലവികാസിൽ പങ്കെടുത്ത ഭഗവാൻ തന്നെ എടുത്ത ബാലവികാസിൽ പങ്കെടുത്ത ഒരു ഭാഗ്യവാനാണ് നമ്മുടെ പ്രഭാരം മാസ്റ്റർ. അന്ന് അദ്ദേഹം കുട്ടിയായിരുന്നു. ഭഗവാന്റെ തന്നെ ബാലവികാസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഭഗവാന്റെ കൂടെ ഒരുപാട് സംവദിക്കാനും ഒക്കെ മഹാഭാഗ്യം കിട്ടിയൊരു ബാലവികാസ് സ്റ്റുഡന്റ് ആണ് പ്രഭാരം മാസ്റ്റർ. അതുപോലെ തന്നെ ഞാൻ പരിചയപ്പെട്ട രാധാ ശ്രീധരൻ, ശ്രീമതി രാധാ ശ്രീധരൻ, അവരുടെ ഒരു പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷിൽ അവരുടെ അനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ഞാൻ അനർഘ നിമിഷങ്ങൾ എന്നുള്ള പേരില് അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു.
ഇത് പുട്ടപ്പർത്തി വെച്ചിട്ട് ഒരു ദിവസം യാദൃശ്യമായിട്ടല്ല, ഭഗവാന്റെ തീരുമാനം കൊണ്ട് ആ അമ്മയെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ഒരു 10 വർഷം, 10 അല്ല 16 വർഷങ്ങൾക്ക് മുൻപ് പുട്ടപ്പർത്തിയിൽ വെച്ചിട്ടാണ് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു 2017-ലോ 16-ലോ മറ്റോ ആണ് ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നതും അവസാനമായിട്ട് കണ്ടതും. അപ്പൊ അവരുണ്ടോന്ന് എനിക്ക് അറിയില്ല. അമ്മ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ കോഴിക്കോട്ടുകാരോടൊക്കെ പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടോന്ന് അറിയാമോന്ന്. അപ്പൊ ആ അമ്മയും ഭഗവാൻ തന്നെ നേരിട്ട് ഗുരുസ് ട്രെയിനിങ് കൊടുത്തത് പങ്കെടുത്ത ആളാണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ അനർഘ നിമിഷങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗ്യമുള്ള ആൾക്കാര് നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. സ്റ്റുഡൻസ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ടും ഗുരുക്കന്മാരായിട്ടും. അങ്ങനെയാണ് ബാലവികാസ് എന്നുള്ള പദ്ധതി ബഹുമുഖ പ്രതിമകളായിട്ട്, അതായത് 5 ഭാഗവും സ്വാമി പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം വികസിക്കേണ്ട ആത്മീയമാണ്. തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആത്മീയ വികാസം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ വികാസവും താനേ വന്നുകൊള്ളും. ആത്മീയ വികാസം ഉണ്ടെങ്കിൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, മനസ്സിന് ആരോഗ്യം ഉണ്ടാവും, വികാരത്തിന് ആരോഗ്യം ഉണ്ടാവും, ബുദ്ധിയും വർദ്ധിക്കും. അത് പാടെ മറന്നിട്ട് നമ്മൾ ശരീരത്തിനും ബുദ്ധിക്കും മാത്രമാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെയാണ് നമ്മുടെ ബാലവികാസിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ ബാലവികാസ് ഗുരുക്കന്മാരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ വൈകാരികവും മാനസികവും ആയ തലങ്ങളിലേക്ക് അവരെ എത്തിക്കണം. ആധ്യാത്മികം എന്ന് പറയുമ്പോൾ എന്താണ്? വെറുതെ കുറെ ഭജന പാടലോ അല്ലെങ്കിൽ കുറെ കഥകൾ കേൾക്കലോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോലോ ആധ്യാത്മികമല്ല. അത് വെറും അതിലേക്ക് നയിക്കുന്ന ചില സ്റ്റെപ്സ് മാത്രമാണ്. ആധ്യാത്മികം എന്ന് വെച്ചാൽ എന്താണ്? ഈശ്വരനാണ് സർവത്ര നിറഞ്ഞിരിക്കുന്നത്. ഈശ്വരനില്ലാതെ ഒരിടവുമില്ല. ഈശ്വര ശക്തി കൊണ്ടാണ് എല്ലാം ചലിക്കുന്നത്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ പരിപൂർണമായ വിശ്വാസവും സ്നേഹവും അനുസരണയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിലാണ് ആത്മീയം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതിലേക്ക് നയിക്കുന്ന ഓരോ പടികൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ബാലവികാസ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം ബൗദ്ധികവും ശാരീരികമായ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിലും വീട്ടിലും ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാത്തത് കൊണ്ട് മാനസികവും വൈകാരികം എന്ന് വെച്ചാൽ എന്താണ്? തോറ്റുപോയാൽ സഹിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും അച്ഛൻ മോനെ ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞാൽ പോയി ആത്മഹത്യ ചെയ്യുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആത്മഹത്യ എന്നൊരു ആശയം തന്നെ എങ്ങനെ വന്നു? അപ്പൊ എത്രമാത്രം നമ്മളുടെ ആ മാനസികവും വൈകാരികവുമായ ശക്തി കുറഞ്ഞിരിക്കുന്നു നമ്മൾ ആലോചിക്കണം. നമ്മളെയൊക്കെ എന്തുമാത്രം അടിച്ചും വഴക്ക് പറഞ്ഞ് എല്ലാവരും കൂടെയാണ് അടിക്കുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വളർന്നത് ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ എങ്ങനെയാണ്? അച്ഛനും അമ്മമാരും മാത്രം അടിക്കില്ല, അപ്പൂപ്പനെ അടിക്കും, അമ്മൂമ്മ അടിക്കും, ചിറ്റപ്പന്മാരും കൊച്ചച്ഛന്മാരും അമ്മൂമ്മ വല്യമ്മമാരും എല്ലാവരും കൂടെയാണ് ശിക്ഷ തരിക. ആർക്കും ഏത് കുട്ടികളെയും ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള ഒരു വ്യവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അച്ഛനമ്മമാര് അവരുടെ അച്ഛനമ്മമാര് പോലും തന്റെ കുട്ടികളൊന്ന് വഴക്ക് പറയുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. ലാളിക്കാൻ മാത്രമേ പാടുള്ളൂ, വഴക്കൊന്നും പറയാൻ പാടില്ല. അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്തൊരു കഷ്ടാണെന്ന് ആലോചിച്ചോളൂ. അപ്പൂപ്പന്റെ അമ്മമ്മയ്ക്കൊക്കെ എന്തുമാത്രം വിവേകവും എന്തുമാത്രം അനുഭവ സമ്പത്തും ഉള്ളവരാണ്. അവര് കുട്ടികളെ എത്ര നന്നായിട്ട് കഥകളിലൂടെയും അവരുടെ സ്വഭാവ രൂപീകരണത്തിനും സഹായിക്കും. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാര് സമ്മതിക്കില്ല. അച്ഛനമ്മമാരെ ഒന്നും കുട്ടികളെ വഴക്ക് പറയാൻ ഒന്നും സമ്മതിക്കില്ല. അധ്യാപകര് വഴക്ക് പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല. അവിടെ തന്നെ അധ്യാപകനെതിരെ കേസ് കൊടുക്കും. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതുകൊണ്ട് എന്തുണ്ടാവുന്നു? നമ്മുടെ കുട്ടികളുടെ സ്വഭാവവും മാനസികവും വൈകാരികവുമായ ശക്തിയൊക്കെ അതപ്പഴിച്ചു പോവുകയാണ്. ആത്മീയം പിന്നെ അതിന്റെ അടുത്തുകൂടെ പോയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഭഗവാന്റെ വാച്ച് വേർഡാണ്. വാച്ച് വേർഡ് WATCH. ഭഗവാൻ എത്ര മനോഹരമായിട്ടാണ് ഓരോ വാക്കുകൾ ABC ഓഫ് ലൈഫ്. ABC എന്താ? ബിഗിനിങ് ഓഫ് ലൈഫ്. അതാണ് ABCയുടെ അർത്ഥം. ABC ഓഫ് ലൈഫ് ഇസ് ഓൾവേസ് ബി കെയർഫുൾ. ഓൾവേസ് ബി കെയർഫുൾ. എല്ലായ്പ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക. അതാണ് ABC ഓഫ് ലൈഫ്. അതിനൊരുപാട് വേറെ ഉണ്ട്. പക്ഷെ ഓൾവേസ് ബി കെയർഫുൾ ആണ് സ്വാമി ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത്. രണ്ടാമത് ഇമ്പോർട്ടൻസ് സ്വാമി കൊടുത്തത് അവോയ്ഡ് ബാഡ് കമ്പനി. ABC. അവോയ്ഡ് ബാഡ് കമ്പനി. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്വാമി പറഞ്ഞിരിക്കുന്നത്.
എപ്പോഴും ജാഗ്രത പാലിക്കുക. എവിടെ ജാഗ്രത പാലിക്കണം? വാച്ച്, WATCH, വാച്ച് യുവർ വേർഡ്സ്, ആക്ഷൻസ്, തോട്ട്സ്, ക്യാരക്ടർ ആൻഡ് ഹാർട്ട്. എല്ലാത്തിലും നമ്മൾ ശ്രദ്ധയുണ്ടാവണം. WATC, വാച്ച് യുവർ വേർഡ്സ്. വേർഡ്സ് എന്താണ്? നമ്മൾ വാക്കുകൾ ഇഷ്ടം പോലെ ദുർവിനിയോഗം ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ഓർക്കാതെ പറയുന്ന വാക്കുകൾ വേറൊരാളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാം. പരിഹസിക്കുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ നോവാം. നമ്മൾ അറിയാതെ പറയുന്നതായിരിക്കും, തമാശയായിട്ട് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ അത് കേൾക്കുന്നവർക്ക് തമാശയായിട്ട് തോന്നണമെന്നില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് വാച്ച് യുവർ വേർഡ്സ്. എപ്പോഴും ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കാൻ പഠിക്കൂ. പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് മറ്റൊരാളെ അഫക്റ്റ് ചെയ്യുക എന്ന് നോക്കൂ. അതിന് പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് രാമായണത്തിലെ സീതാദേവിയാണ്. ഒരു മുഹൂർത്തത്തിൽ, ഈശ്വരകൽപിതമാണ്, ഈശ്വരന്റെ പ്ലാനാണ്, ഈശ്വരന്റെ, അത് നമുക്ക് മെസ്സേജാണ്. ദേവി അറിയാതെ ദേവിയുടെ വായിൽ നിന്ന് ഒരുപാട് ദുർവാക്കുകൾ വന്നു ലക്ഷ്മണന് നേരെ. ലക്ഷ്മണൻ ദേവിയുടെ പാദം മാത്രമേ കണ്ടിട്ടുള്ളൂ, മുഖം പോലും കാണാത്ത ആളാണ്. അദ്ദേഹത്തിനോട് വല്ലാതെ ദ്രോഹപരമായ ബുദ്ധിയുള്ള വാക്കുകളാണ് സീതാദേവി ഉപയോഗിച്ചത്. തൽഫലമായിട്ടാണ് ലക്ഷ്മണൻ അവിടെ നിന്ന് വിട്ടു പോകേണ്ടി വന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? രാവണൻ കട്ടുകൊണ്ടുപോയി. എത്രമാത്രം അവമാനവും ദുഃഖവും ദേവിക്ക് സഹിക്കേണ്ടി വന്നു. രാമനെ തന്നെ എന്നത്തേക്കും പിരിയേണ്ടി വന്നു അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ വാക്കിന്റെ ശക്തി. വാക്കിന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, ശത്രുക്കളെ ഉണ്ടാക്കാം, ഒരാളെ മുറിവേൽപ്പിക്കാം, ഒരാളെ കൊല്ലാം, ഒരാളെ നിലംപരിശാക്കാനും നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുപോലെ തന്നെ വേറെ ഉയർത്തി ഒരുപാട് മുകളിലെത്തിക്കാനും ഒരു വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, നല്ല വാക്ക് പറയൂ, മധുരമായി പറയൂ, സൗമ്യമായി പറയൂ, സത്യമായത് പറയൂ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സത്യം എന്ന മൂല്യത്തിലേക്ക് അത് നയിക്കും. പഞ്ചമൂല്യങ്ങള് സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ. നല്ല വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, ജാഗ്രതയോടെ വാക്ക് പ്രയോഗിക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ സത്യം എന്ന ആ ശ്രേഷ്ഠമായ മൂല്യത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. രണ്ടാമത് ആക്ഷൻ. വാച്ച് യുവർ ആക്ഷൻസ്. നിങ്ങളുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. പ്രവൃത്തികൾ ധർമ്മിഷ്ഠമായിരിക്കണം, വാക്കുപോലെ തന്നെ ശുദ്ധമായിരിക്കണം. എങ്ങനെയാണോ വാക്ക് അതേ പ്രവൃത്തി ചെയ്യുക. ത്രികരണ ശുദ്ധി പാലിക്കണം. വാക്കിൽ ശ്രദ്ധിക്കാതെ പോയി, ആക്ഷൻ ശ്രദ്ധിക്കാതെ പോയത് ആരാണ്? ധർമ്മപുത്രരാണ്, ധർമ്മജനാണ്, ധർമ്മമൂർത്തിയാണ്. എന്നിട്ട് പോലും തന്റെ സ്വന്തം ആക്ഷൻ ശ്രദ്ധിച്ചില്ല. ആദ്യത്തെ പ്രാവശ്യം ചൂതിനെ വിളിച്ചു, കളിപ്പിച്ചു, പറ്റിച്ചു, അവമാനിച്ചു. എന്നിട്ട് രണ്ടാമത് ചൂതിനെ വിളിച്ചപ്പോ പോകാൻ പാടില്ലായിരുന്നു. അവിടെ കളിക്കുന്നത് ശകുനിയാണെങ്കിൽ ഇവിടെ കൃഷ്ണനെ എടുക്കണമായിരുന്നു, കൃഷ്ണൻ കളിക്കാൻ പറയണമായിരുന്നു. കൃഷ്ണനെ പിടിച്ച് പുറത്തു നിർത്തി, അകത്തേക്ക് വരലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? സർവ്വം നഷ്ടപ്പെട്ടു. സർവ്വ അഭിമാനം, ദ്രൗപദിക്ക് അവമാനം എല്ലാം ആ ഒരു ആക്ഷന്റെ പേരിലാണ് ഉണ്ടായത്. അതുകൊണ്ട് സ്വാമി പറയണു, ധർമ്മിഷ്ഠമായിരിക്കണം ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ് വാച്ച് യുവർ ആക്ഷൻസ്. ഞാൻ വളരെ ചുരുക്കി പറയാണ്. വാച്ച് യുവർ തോട്ട്സ്. നമ്മുടെ ചിന്തയാണ് ആദ്യം വാക്കിനും പ്രവൃത്തിക്കും എല്ലാം കാരണം. ആദ്യം നമുക്ക് ചിന്തയാണ് ഉണ്ടാവുക. നമ്മൾ ഒരു കാര്യം വിചാരിക്കും, പിന്നെയാണ് അതിനെപ്പറ്റി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് വാച്ച് യുവർ തോട്ട്സ്. തോട്ട്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം. അതിനുള്ള ഉദാഹരണമായിട്ട് പറഞ്ഞ സുദാമയുടെ കഥയാണ്. സുദാമ കപ്പലണ്ടി ഞാൻ കൊടുക്കൂല എന്നൊരു വിചാരത്തില് ഭഗവാനും ബലരാമനും കൂടെ വേണ്ടി ഗുരുപത്നി കൊടുത്തയച്ച കപ്പലണ്ടി, ചെറിയ കുട്ടിയായിരുന്നു സുദാമ, 8-10 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തില് കൊടുക്കൂല എന്നൊരു സ്വാർത്ഥ ചിന്ത വെച്ചു. തൽഫലമായിട്ട് എന്തുണ്ടായി? വലുതായപ്പം കടുത്ത ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ആ കടുത്ത ദാരിദ്ര്യത്തിൽ കൃഷ്ണൻ കൃഷ്ണനാണ് എൻ്റെ സർവസ്വവും, സദാസമയം കൃഷ്ണന്റെ മുഴുകിയിരുന്നത് കൊണ്ട് അത് ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ സർവ ഐശ്വര്യങ്ങളും നേടുവാനുള്ള ഭാഗ്യവും ഉണ്ടായി. അപ്പൊ ആ തോട്ട്സ് കൊണ്ട് അധപ്പതനം ഉണ്ടായി, അതേ സമയത്ത് ഉയർച്ചയും ഉണ്ടായി. അതുകൊണ്ടാണ് സുദാമയെ ഉദാഹരണമായിട്ട് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? ഹാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയം. ദയ ഉള്ള ഇരിപ്പിടം ഏതോ അതാണ് ഹൃദയം എന്ന് ഭഗവാൻ പറയും. ഹൃത് പ്ലസ് ദയ, ദയ എവിടെയുണ്ടോ അതിന് മാത്രമേ ഹൃദയം എന്ന് പറയാവൂ എന്ന് ഭഗവാൻ പറയും. അപ്പോ ആ ഹൃദയം ഉണ്ടായിരുന്നു കൈകേയിക്ക്. പവിത്രമായ സ്നേഹമയമായ ഒരു ഹൃദയമായിരുന്നു കൈകേയിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ദുഷ്പ്രചരണം കൊണ്ട്, ദുഷ്ടരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൊണ്ട്, അതായത് മന്ദരയെ പോലെ തന്നെക്കാളും താഴ്ന്ന സംസ്കാരമുള്ള
തന്നെക്കാളും അറിവില്ലാത്തവളായ, വെറും തന്റെ ആയയാണ് തന്നെ നോക്കി വളർത്തിയ ആളാണ്, എത്രയാണ് സംസ്കാരത്തിൽ അവൾ വളരെ വളരെ താഴെയായിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ കൂട്ടുകെട്ട് വന്നപ്പോ അവൾ പറഞ്ഞ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് വിശ്വസിച്ചപ്പോ ആ പവിത്രമായ ഹൃദയം നേരെ ദുഷ്ടമായ ഹൃദയമായി മാറി. തനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിക്രൂരമായ ഹൃദയമായിട്ടാണ് കൈകേയിയുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. ഭരതൻ വരുമ്പോ അച്ഛൻ മരിച്ച വിവരം പറയണതേ ഇല്ല. ചോദിക്കുന്ന എന്റെ അച്ഛനമ്മമാർക്ക് സുഖമാണോ, എന്റെ ബ്രദേഴ്സിന് സുഖമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഭരതൻ പറയും, അമ്മ അവരുടെ കാര്യം ചോദിക്കാതെ എന്റെ അച്ഛന്റെ കാര്യം പറയും. ഭരതന് ദേഷ്യം വരികയാണ്. എന്റെ അച്ഛന്റെ കാര്യം പറയാതെ അവരുടെയൊക്കെ കാര്യം എന്തിനാണ് അമ്മ ചോദിക്കുന്നത്? അത്രമാത്രം നിഷ്ഠൂരമായി പോയി ഹൃദയം. അതാണ് പരിവർത്തനം. ഹൃദയ പരിവർത്തനം വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഹൃദയം എപ്പോഴും കാരുണ്യമുള്ളതായിട്ട്, ദയവുള്ളതായിട്ട് ഹൃദയം തന്നെ ആയിട്ട് വെക്കണം എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അതന്നെ വാച്ച് യുവർ ക്യാരക്ടറിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ദുര്യോധനാണ്. ദുര്യോധന്റെ ക്യാരക്ടർ കൊണ്ട് മാത്രമാണ് മഹാഭാരത യുദ്ധം നടന്നത്. ദുര്യോധന്റെ ക്യാരക്ടറിൽ ചെറുപ്പകാലം മുതൽ തന്നെ അസൂയ എന്നുള്ള വലിയൊരു രോഗമുണ്ടായിരുന്നു. അതായത് നമ്മുടെ അഹന്തയും അസൂയയും. അത് അസൂയ എന്ന് വെച്ചാൽ പാണ്ഡവന്മാരെ കണ്ണിന് കയറിയ കണ്ടൂടാ. അതിന് കൂട്ടായിട്ട് ശകുനി എന്നുള്ളൊരു മാതുലിനെ ലഭിച്ചു. വിഷമായ ഒരാളുടെ കൂട്ടുകെട്ടും അയാളെ മാത്രം അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദുര്യോധനന്റെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് മോശമായി. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മോശമായ ക്യാരക്ടർ ഉണ്ടായത് കൊണ്ടാണ് ദുര്യോധനന് കാരണം കുലം മുഴുവൻ നശിച്ചു. കുളം തോണ്ടി. അച്ഛനമ്മമാരെയും എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവരുടെ മക്കളെയും അവരുടെ എല്ലാവരെയും കൂടെ നിന്ന് എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്തതാണ് ദുര്യോധനന്റെ ക്യാരക്ടർ മോശമായതുകൊണ്ട്. ഭഗവാൻ അതുകൊണ്ടാണ് പറയുന്നത്, വാച്ച് യുവർ വേർഡ്സ്, ആക്ഷൻസ്, തോട്ട്സ്, ഹാർട്ട് ആൻഡ് ക്യാരക്ടർ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സമയമില്ലാത്തത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. സായിരാം. താങ്ക് യു സോ മച്ച് സായിരാം. താളം. is tala. ഭാവ. Bha first letter, feeling. రాగ. Ra is raga, the tune. తాళం. Ta is tala. భావ రాగ తాళములతో సమ్మిళితమైనటువంటిది భారతదేశం. Bharata is the combination of the tune, of the feeling and the beat. భా అనగా కాంతి, Bha also ప్రకాశము, radiance, వెలుగు. light, effulgence. ఇట్టి వెలుగును ఆశించేటువంటిది భారతీయులు. Bharatiyas, ఇట్టి కాంతిని ప్రకాశింపజేసేటువంటి వారు భారతీయులు. Bharatiyas show that radiance, brilliance. ఇట్టి వెలుగును అందించేటువంటి వారు భారతీయులు. They just pass on, share this brilliance. నీకు ఎట్టి చదువులు లేకపోయినప్పటికీ, You may not have any formal ఎట్టి education. అధికారం లేకపోయినప్పటికీ, You may not have position. ఎట్టి పరిస్థితులు యందు మీరు దిగజారిపోయినప్పటికీ, You may not be in proper positions. ఒక్క క్వాలిఫికేషన్ మాత్రం మీ యందు గట్టిది ఒకటి ఉంది. There is one specific qualification within you. నేను Established. భారతీయుడును. ఇది మీ క్వాలిఫికేషన్. Your correct qualification is, I am Bharatiya. ఈ భారతదేశం యొక్క పవిత్రత చెప్పడానికి వీలు కాదు. The sacredness of Bharatiya is beyond all estimate. అన్ని దేశములకు కూడాను ఆధ్యాత్మిక తత్వమును ప్రసరింపజేసినది భారతదేశం. In fact, it's Bharata that has shared the adhyatmic spiritual principles. కనుకనే అన్ని దేశముల యందు కూడాను సమస్త లోకస్సు వినోభవంతు అని చెప్తూ వచ్చింది. Therefore, it pronounced, prayed for welfare of the entire human society. സായിരാം. ഭജന പാടാനുള്ള സാഹസം കാണിക്കാൻ പോവാണ്. മാ ഹേ മാ, മാ ഹേ മാ, മാ ഹേ മാ, മാ ഹേ മാ. സായി മാതാ ജഗജ്ജനനി, സായി മാതാ ജഗജ്ജനനി, മാതേ മാ. വീണാവാദിനി സരസ്വതി മാതാ, വീണാവാദിനി സരസ്വതി മാതാ,
ജഗദപാലിനി ലക്ഷ്മി മാതാ, ജഗദപാലിനി ലക്ഷ്മി മാതാ, അംബേ ഭവാനി ഗൗരി മാതാ, അംബേ ഭവാനി ഗൗരി മാതാ, സായി മാതാ ജഗജനനി, സായി മാതാ ജഗജനനി, മാതേ മാതേ മാ, സായി മാതാ ജഗജനനി, സായി മാതാ ജഗജനനി, വീണാവാദിനി സരസ്വതി മാതാ, ജഗദപാലിനി ലക്ഷ്മി മാതാ, അംബേ ഭവാനി ഗൗരി മാതാ, അംബേ ഭവാനി ഗൗരി മാതാ, സായി മാതാ ജഗജനനി, സായി മാതാ ജഗജനനി, മാതേ മാ. സായിരാം. സായി ഉപമ. ഭക്തിയും സമർപ്പണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഭക്തി ദ്വൈതഭാവത്തിന്റെ അവസ്ഥയാണ്. അവിടെ ഈശ്വരനും ഭക്തനും രണ്ടാണ്, രണ്ട് അസ്തിത്വമുണ്ട്. അവർ ഒന്നു ചേർന്നിരിക്കുമ്പോൾ അദ്വൈതം. അവരെ വേർതിരിക്കുവാനോ പിടിച്ചു മാറ്റുവാനോ കഴിയുകയില്ല. ഭക്തി ഭക്തനെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്നു. പക്ഷേ സമർപ്പണം എന്നത് അദ്വൈത ഭാവമാണ്. ഈശ്വരൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല എന്ന ഭാവത്തിൽ ഭക്തൻ കഴിയുമ്പോൾ അയാൾക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പുമില്ല. അയാളിലെ എന്റേത് എന്ന ഭാവമെല്ലാം പൂർണ്ണമായും ത്യജിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് പഞ്ചസാരയും വെള്ളവും എടുക്കുക. അവ രണ്ടും രൂപത്തിലും സ്വഭാവത്തിലും വിഭിന്നമാണ്. ഇതാണ് ഭക്തിയുടെ പാത പോലെ ദ്വൈതം. വെള്ളത്തിൽ പഞ്ചസാരയിട്ട് അലിയിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളവും പഞ്ചസാരയും വേർതിരിക്കുവാനാവുകയില്ല. ഇതാണ് അദ്വൈതം. സമർപ്പണം, അതായത് ഭക്തൻ തന്റെ സർവസ്വവും ഭഗവാന് നൽകുന്നു, തന്റെ മനസ്സുപോലും തൻ്റെതായി വെക്കുന്നില്ല. അതാണ് അദ്വൈത ഭാവം, അതാണ് സമർപ്പണം. ജയ് സായിരാം. ശാന്തി മന്ത്രം. ഗീത. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം. സായിരാം.